നൈസാബൂരിലേക്ക് യാത്ര പോയ പ്രഗൽഭനായ ഇമാമല്ലയോ ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി. ഡമസ്കസിൽ നിന്ന് നൈസാബൂർ എന്ന് പറയുന്നത് കൊടിയ തണുപ്പുള്ള അഫ്ഗാനിന്റെ ഭാഗമായി വരുന്ന ഭാഗമാണ്. ഇറാനിനുള്ളിലൂടെ കടന്നു പോകേണ്ട പ്രദേശമാണത്. സുബ്ഹാനല്ലാഹ്, ഡമസ്കസിന്റെ മനോഹരമായ ദിമഷ്കിന്റെ കാലാവസ്ഥയിൽ നിന്ന് സംഹരീർ എന്ന് പറയുന്ന തണുപ്പ്, കൊടിയ തണുപ്പ്, ഐസ് വീഴുന്ന തണുപ്പിൽ ചെന്ന് മഹാനായ ഇബ്നു അസാകിർ തങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര പോയത് ബഹുമാനപ്പെട്ടവർ തന്റെ ചരിത്രത്തിൽ തറാജിമിൽ പറഞ്ഞിട്ടുണ്ട്. ത്യാഗം ചെയ്തിട്ടുണ്ടോ? നമ്മള് ത്യാഗം ചെയ്യണം. അല്ലാഹു അങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മദാർഹുദയിൽ പഠിക്കുന്ന സമയം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദുമാർ അവരുടെ കഥ പറയും, ഞങ്ങളെക്കാളും കഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ ദാറുദയിൽ പോയി കുട്ടികളെ കണ്ടു, നോക്കുമ്പോൾ അവർക്ക് പൊറോട്ടക്ക് കറിയുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കാലത്ത് പൊറോട്ടക്ക് കറിയില്ല, പൊറോട്ട വേവന്നല്ല, അതിക്ക് കറിയുണ്ട്. ഞങ്ങളെക്കാളും മെച്ചുള്ള അവസ്ഥയിലാണ്. ഓരോ തലമുറയും അവരുടെ മുമ്പുള്ളവർ കഷ്ടപ്പെട്ടവരും ശേഷമുള്ളവരും മെച്ചുള്ളവരുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാട് കൂടുന്തോറും പഠിക്കാനുള്ള രസം കൂടുന്ന, സുഖം കൂടിയാൽ പഠിക്കാൻ കഴിയില്ല. മൻ ത്വലബ റാഹ തറക റാഹ. ആശ്വാസം വേണോ, കുറേ സുഖങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നതാണ് ഇൽമിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആകെ വിഷമിക്കാൻ എൻ്റെ കുട്ടിക്ക് അവിടെ ചെന്നാൽ അവിടുത്തെ ക്യാൻറ്റീനിലെ ചോറ് പിടിക്കോ, എൻ്റെ കുട്ടി കിടന്നുറങ്ങാൻ സൗകര്യം ഉണ്ടാവോ, എൻ്റെ കുട്ടിയുടെ ബാത്റൂം എങ്ങനെ റാഹത്താവോ, ഇതൊക്കെ നമുക്ക് ആലോചിക്കും. ഇതൊക്കെ കുറച്ച് ത്യാഗം ചെയ്തെങ്കിലേ പിന്നീട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവേ, നമ്മുടെ വാപ്പന്മാരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരുപാട് ഉസ്താദുമാർ അവിടെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. മുതഅല്ലിമീങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ നെഞ്ചിൽ നിന്ന് പറിച്ചു കൊടുക്കുന്ന പോലെ സ്വന്തം ചെറിയ മക്കളെ, 7ഉം 9ഉം വയസ്സുള്ള മക്കളെ ഹിഫ്ളിന് ചേർത്തിയിട്ടാണ് ദാറുൽ ഹിഫ്ളിന്റെ മമ്പുറ മഖാമിന്റെ കീഴിൽ അവിടെ ചെന്ന് പഠിക്കുന്ന മക്കളും 7ഉം 9ഉം വയസ്സുള്ള ചെറിയ മക്കളാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ദാറുൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കി. അന്ന് ഉപ്പയോടൊപ്പം ഞാൻ മാത്രം, ഒരു മോനായിട്ട് ഞാൻ മാത്രം കൂടെയുള്ള ഒരു സമയം. ജ്യേഷ്ഠരഞ്ജനൊന്നും എപ്പോഴും ഇല്ല, പക്ഷേ ആ സമയം ഉപ്പയുടെ കൂടെ എപ്പോഴും ഓരോ കാര്യത്തിലും ഉപ്പയുടെ കൂടെ ജീവിക്കുന്ന ഒരു സമയത്താണ് ഒറ്റക്കാക്കിയിട്ട് ദാറുൽ ക്യാമ്പസിൽ എന്നെ ആക്കിപ്പോയി ആ ഗേറ്റിൻ്റെ അരികത്തെത്തി കരഞ്ഞിട്ട് തിരിച്ചു വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എങ്ങനെ ഇവിടെ ആക്കി പോവാന്ന് എനിക്ക് തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്. കാരണം അത്രയും ദൂരേക്ക് ഒറ്റക്ക് വർക്കമുറ്റാത്തൊരു പ്രായത്ത് 10-10.5 വയസ്സ് പ്രായമാകുമ്പോൾ സ്വന്തമായി അലക്കണം, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉറക്ക കുറവായിരിക്കും, ഭക്ഷണം പിടിക്കുമെന്ന് അറിയില്ല. ഒരുമിച്ച് ജീവിക്കുന്ന, ഏറ്റവും അടുപ്പത്തിൽ ജീവിക്കുന്ന ഉപ്പാരും മക്കളുണ്ടാവും. ചിലപ്പോൾ വലിയ വിഷമം തോന്നും. ഗൾഫുകാരായ മക്കൾ അല്ലെ, ഗൾഫുകാരായ വാപ്പാരൊക്കെ വന്ന് 3 മാസത്തെ ലീവിന് വന്ന് ആദ്യത്തെ 2 ആഴ്ച കുട്ടി വാപ്പാനെ റൂമിൽ നിന്ന് പുറത്താക്കി, പിന്നെ വാപ്പല്ലാതെ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ആ ഒരു വിഷമത്തിലാണ് പിന്നെ പറിച്ചിട്ട് കൊണ്ട് അവനെ ഗൾഫിലേക്ക് പോവുക. പൊട്ടിക്കരയും, മക്കളും കരയും, വാപ്പയും കരയും. അപ്പേ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് വിട്ടുപോകുന്നത്? അതുപോലെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സമയത്ത് പറിച്ചിട്ടുകൊണ്ട് ദീനിന്റെ ദഅവത്തിന്, അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടിയല്ലേ എന്ന് വലിയൊരു ത്യാഗം ചെയ്ത ഒരു കണ്ണുനീർ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എത്രയോ വാപ്പമാർ, എത്രയോ പണ്ഡിതന്മാർ, എത്രയോ ഉസ്താദുമാർ അവരവരുടെ കുടുംബങ്ങളിൽ നകർന്ന് ജീവിച്ച് കൊല്ലങ്ങളോളം ചെയ്ത ത്യാഗത്തിന്റെ ഫലമാണ് അവർക്ക് ലഭിച്ച ഇൽമ്. അപ്പോഴാണ് ഇൽമ് ലഭിക്കുന്നത്. നമ്മൾ അല്ലാഹുവിന് വേണ്ടി കുറച്ച് ത്യാഗം സഹിച്ചെങ്കിലേ നമുക്ക് പിന്നീട് ആശ്വാസം അല്ലാഹു തരും. മൻ ത്വലബ റാഹ തറക റാഹ. നമുക്ക് റാഹത്ത് വേണോ, നമ്മുടെ ചില റാഹത്തുകൾ ഒഴിവാക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇൽമ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒട്ടും തന്നെ പിന്നോട്ട് പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു